ഇനി ആ ലോകത്ത് ചെല്ലുന്നവരെ സ്വാഗതം ചെയ്യാൻ സാനുമാഷ ഉണ്ടാവും. സാനുമാഷ് തന്നെ എഴുതി വെച്ച ഒരു സങ്കല്പമാണ്. ഈ അവസരത്തിൽ പറയുന്നത് നല്ലതാണെന്ന് തോന്നി. ONVയുടെ ഉജ്ജയിനെക്കുറിച്ച് സാനുമാഷ് ഒരു ആസ്വാദന ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം തുടങ്ങുന്നത് കുമാരനാശാൻ്റെ പ്രരോദനത്തിലെ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ടാണ്. അതായത് AR രാജരാജവർമ്മ മരിച്ചിട്ട് പരലോകം പോകാൻ ഒരുങ്ങുന്നു. പരലോകത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ദേവകളോടൊപ്പം ഉള്ളത് സാക്ഷാൽ കാളിദാസനാണ്. കാളിദാസൻ ARനെ ആശ്ലേഷിക്കുന്നതും പറയുന്ന വാക്കുകളുമാണ് സന്ദർഭം. മഹാമേരുവിൻ്റെ കൽപ്പക മലർക്കാവുകളിൽ യുവതി യുവാക്കൾ പാടി നടക്കുന്ന എൻ്റെ വരികൾ സാമഞ്ജസ്യമാർന്ന താങ്കളുടെ ഭാഷയിൽ സഹ്യാദ്രി സാനുക്കളിൽ ഭൗമകുമാരർ പാടാൻ അങ്ങ് ഇടവരുത്തിയല്ലോ എന്നുള്ള കാളിദാസൻ്റെ വാക്കുകൾ. അങ്ങനെയാണ് കുമാരനാശാൻ എഴുതുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് കാളിദാസൻ ARനെ ആശ്ലേഷിക്കുന്നു. സാനുമാഷ് പറയുന്നത് ഇനി ഒരിക്കൽ കൂടി കാളിദാസൻ ആ വാക്യം പറയും. അത് ഉജ്ജയിനിയുടെ എഴുത്തുകാരൻ പരലോകം പോകാൻ ഒരുങ്ങുമ്പോഴാണ്. പക്ഷെ അവിടെ സാനുമാഷിൻ്റെ ഒരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. അങ്ങനെ കാളിദാസൻ ONVയെ ആശ്ലേഷിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ അതിന് സാക്ഷ്യം വഹിക്കാൻ ഞാനും ഉണ്ടാകും എന്നോർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നുവെന്ന്. ONVയേക്കാൾ 5 വയസ്സോളം സാനുമാഷിന് മൂപ്പുണ്ട്. അതുകൊണ്ടാണ് സാനുമാഷ് പറഞ്ഞത് ONV അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന്. സാനുമാഷിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എഡിറ്റ് ചെയ്യുന്ന ആ പണിപ്പുരയിലാണ് ഞങ്ങൾക്കിത് വായിക്കാൻ സാഹചര്യമുണ്ടായത്. അന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇത് വായിച്ചപ്പോൾ ONV നമ്മളോടൊപ്പം ഇല്ലെങ്കിലും സാനുമാഷ് ഉണ്ടല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ONVയോടൊപ്പം തന്നെ സാനുമാഷും ഈ വേളയിൽ നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഇനി സാനുമാഷ് ഉണ്ടാകും. ആ പരലോകത്ത് ഇനി ചെല്ലുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യാനും ആശ്ലേഷിക്കാനും ദേവകളോടൊപ്പം കാളിദാസനോടൊപ്പം സാനുമാഷും ഉണ്ടാവും. ഒരു വ്യത്യാസം മാത്രം സാനുമാഷിനെ അറിയുന്നവർ അതിലേക്ക് കൂട്ടിച്ചേർക്കും. ദേവകളും കാളിദാസ കവിയുമെല്ലാം പ്രതിഭകളെ സ്വീകരിക്കാനാണ്, സ്വാഗതം ചെയ്യാനാണ് പരലോകത്തുണ്ടാവുകയെങ്കിൽ സാനുമാഷ് അത് മാത്രമായിരിക്കില്ല ചെയ്യുക. മനുഷ്യനായി ജീവിച്ച് മാനവികത കൈമുതലായ ഏത് സാധാരണക്കാരനും പരലോകത്തെത്തുമ്പോൾ അവരെ ആശ്ലേഷിക്കാനും സ്വാഗതം ചെയ്യാനും ആ നൈർമല്യം വീണ്ടും പകരാനും സാനുമാഷുണ്ടാവും. ആ ആശ്വാസമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ആ ലോകത്ത് ചെല്ലാൻ നമ്മൾക്ക് അത്ര സംശുദ്ധമായ ഒരു ജീവിതം ജീവിക്കേണ്ടി വരും. സാനുമാഷിൻ്റെ സമ്പൂർണ്ണ കൃതികൾക്ക് അതിൻ്റെ 12ാം വോള്യത്തിന് എന്തു പേരിടണമെന്ന് ചിന്തിച്ചപ്പോൾ എല്ലാവരും ഒറ്റസ്വരത്തിൽ പറഞ്ഞത് മാനവികതയുടെ സങ്കീർത്തനമെന്നാണ്. മാനവികത കൈമുതലായ ഏതൊരാളെയും ആ പരലോകത്ത് ഇനി സ്വാഗതം ചെയ്യാൻ സാനുമാഷ് ഉണ്ടാകും എന്ന ആശ്വാസത്തോടു കൂടി സമൂഹിൻ്റെ പ്രവർത്തകരും വ്യക്തിപരമായ ഞാനും ഏറെ ദുഃഖത്തോടെയാണെങ്കിലും
പ്രതീക്ഷയോടെ സാനു മാഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്ക് യു.